ഇവിടെ പ്രിയപ്പെട്ട വൈദികർ പേപ്പർ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്. ഈ വേദിയിലും ഇരിക്കുന്നവരും നിങ്ങളും ഏത് ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ആദ്യമായി സ്ഥാപിതമായ ഒരു രൂപതയുടെ 700-ാം വാർഷികം എന്നുള്ള ചരിത്ര മുഹൂർത്തത്തിലാണ് നാം ഇരിക്കുന്നത്. ഇത് ദൈവ നിയോഗമാണ്. ഞാൻ ആ നിലവിളക്കിന് തിരി കൊളുത്തിയപ്പോഴും ഞാൻ കരുതി ഇത് ദൈവ നിയോഗമാണ്. ഒരവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിന് സാക്ഷിയാകാൻ. ഇവിടെ പറഞ്ഞു, പേപ്പൽ സന്ദേശത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ചർച്ചസ് ഇൻ കേരള എന്നൊരു മനോഹരമായ പുസ്തകം, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ വർഷം മരിച്ചു, അഗസ്റ്റിൻ സാർ എഴുതിയിട്ടുണ്ട്. അഗസ്റ്റിൻ സാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1282 വെനീസ് സഞ്ചാരിയായ, നമ്മളെല്ലാം ചരിത്ര പുസ്തകത്തിൽ പഠിച്ച മാർക്കോ പോളോ, അദ്ദേഹത്തിന്റെ ആ യാത്രാ വിവരണത്തിൽ എഴുതിയിട്ടുണ്ട് കൊല്ലത്ത് തുറമുഖമുണ്ടായിരുന്നു. കൊല്ലത്ത് തുറമുഖമുണ്ടായിരുന്നു എന്ന് 1282 മാർക്കോ പോളോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് 1329 മാർപ്പാപ്പയായിരുന്ന ജോൺ 22 ആദ്യത്തെ രൂപതയുടെ ബിഷപ്പായി ജോർദാനൂസ് കാറ്റലോണി പിതാവിനെ നിയമിച്ചു. അദ്ദേഹം പാരീസിൽ നിന്നാണ് വന്നത്. അത് ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഒരു വലിയ മാറ്റമാണ്. രൂപതയുണ്ടാക്കി രൂപതയുടെ പിതാവായി അദ്ദേഹം വരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. മിറബിലിയ ഡിസ്ക്രിപ്റ്റ എന്ന് പറയുന്ന പുസ്തകമാണ്. കിഴക്കിന്റെ വിസ്മയങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇതുവരെ കിട്ടിയിട്ടില്ല, കുറച്ചു നാളായിട്ടാണ് അതിനെക്കുറിച്ച് അറിയാതെ അന്വേഷിച്ചു പോകാൻ. ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഈ രൂപതയുടെ ആദ്യത്തെ പിതാവ് എഴുതിയ പുസ്തകമാണ് മിറബിലിയ ഡിസ്ക്രിപ്റ്റ എന്ന് പറയുന്ന കിഴക്കിന്റെ വിസ്മയം. അദ്ദേഹത്തിന്റെ അന്നത്തെ വരവെന്താണ്? പാരീസിൽ നിന്ന് ഈ കൊല്ലം തുറമുഖത്ത് എത്താനുള്ള യാത്ര എന്ന് പറയുന്നത് ജീവൻ പണയപ്പെടുത്തിയിട്ടാണ്. ക്രൈസ്തവ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈസ്തവ ശിഷ്യരുടെ പ്രേരണയിലാണ് ഈ പിതാവും പാരീസിൽ നിന്ന് യാത്ര തിരിച്ച് ഈ കടലും എല്ലാം താണ്ടി ഈ കൊല്ലം തുറമുഖത്തെത്തുന്നത്. അതൊരു വലിയ കഥയാണ്. അതിൽ നിന്ന് തുടക്കം കുറിച്ച ഒരു സഭ, പിന്നീട് തദ്ദേശീയനായ പിതാവ് ജെറോം ഫെർണാണ്ടസ് പിതാവ് വന്നു. 2019 അദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയാണ്. ഇത്രമാത്രം ചരിത്രമുള്ള ഒരു രൂപത, അഭിനന്ദനായ നെറ്റോ പിതാവ് തന്നെ പറഞ്ഞു, തിരുവനന്തപുരം രൂപത ഈ രൂപതയുടെ പുത്രിയാണ്. അത്രയും പാരമ്പര്യമുള്ള ഒരു രൂപതയാണ്. ക്രൈസ്തവ ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രമിച്ച മഹാദൗത്യം ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരുപാട് മിഷണറിമാരുടെ, പിതാക്കന്മാരുടെ, വൈദിക ശ്രേഷ്ഠരുടെ, സന്യാസിനിമാരുടെ എല്ലാം കേന്ദ്രമായിരുന്ന ഒരു രൂപത എന്നത് ചരിത്രത്തിന് വലിയ സ്ഥാനം കുറിക്കുകയാണ്. വലിയ ദൗത്യമാണുള്ളത്, വലിയ മിഷനാണ്, ഒരു മിഷൻ തന്നെയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഷനാണ്. എന്താണ് മിഷൻ? പത്രോസ് പറഞ്ഞതുപോലെ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന അവന്റെ നാമം ഘോഷിപ്പാൻ ഉള്ള വംശമാണ്, രാജകീയ വംശമാണ് നിങ്ങൾ എന്നാണ്. എല്ലാത്തിനെ കുറിച്ചും അതാണ് ചരിത്രം. വെളിച്ചത്തെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ ഒരുപാട് പറയുന്നത്. വെളിച്ചം അല്ലെ, ബൈബിളിന്റെ ഉൽപ്പത്തി തുടക്കം മുതൽ തന്നെ വെളിച്ചത്തെ കുറിച്ചാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരതിക്കൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നെ വെളിച്ചത്തെയും ഇരുട്ടിനെയും ദൈവം രണ്ടാക്കി മാറ്റി, രാത്രിയെന്നും പകലെന്നുമാക്കി മാറ്റി. ആദ്യ സന്ധ്യയും ഉഷസ്സും ഉണ്ടായി. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അന്ധകാരത്തിലേക്ക് വെളിച്ചം എന്നുള്ളതാണ് ഒരു വലിയ ക്രൈസ്തവ സന്ദേശം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാധാരണ ഇരുട്ടിലേക്ക് വെളിച്ചം എന്നതിന്റെ അപ്പുറത്തേക്ക് അറിവില്ലായ്മയിലേക്ക്,
വെളിച്ചം വരുന്നു, അറിവുണ്ടാകുന്നു എന്നത് കൂടിയാണ്. ഈ മാറ്റം അദ്ദേഹം അഭിവന്ദ്യനായ പിതാവൂടെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റത്തിൽ ഈ മിഷണറിമാർ ഉൾപ്പെടെയുള്ള സഭ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് വന്ന മിഷണറിമാരാണ് പറഞ്ഞത് അവരെ കൂടി പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ചാൽ സവർണരായിട്ടുള്ള ആളുകൾ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വരണ്ട, ഇവര് പഠിച്ചോളും എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിച്ച മിഷണറിമാരുണ്ടായിരുന്നു. അവരാണ് ഇവിടുത്തെ അടിമ സമ്പ്രദായം അവസാനിപ്പിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്. ബൈബിളിന്റെ വേദപുസ്തകത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അച്ചടി ഉണ്ടായത്. ആദ്യമായി അച്ചടി ഉണ്ടായത് അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. അത് പിന്നീട് നമ്മുടെ സാമൂഹ്യമായ മാറ്റത്തിനും എല്ലാം കാരണമായി. ഇന്ന് ലോകത്തിലെ എല്ലാ ഭരണഘടനയിലും എല്ലാ പ്രഖ്യാപനങ്ങളിലും സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് പറയുന്നത്, ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. ആ ആശയം എവിടെ നിന്നാണ് ഉണ്ടായത്? ആ ആശയം ഉണ്ടായത് ക്രൈസ്തവ ദർശനത്തിൽ നിന്നാണ്, ഇല്ലേ? പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് ഇതുണ്ടാവും എന്നാണ് പറയുന്നത് അദ്ദേഹം. അവിടെ സ്വാതന്ത്ര്യമുണ്ടാകുമെന്നാണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പൊ ലിബർട്ടി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ ഭരണഘടനയിലും എഴുതി വച്ചിരിക്കുന്ന ആശയം അവിടെ നിന്നാണ് വന്നത്. നോൺ വയലൻസ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ഉണ്ടായത് അതിനകത്ത് നിന്നാണ്. ലോകത്തിലെ 2000 വർഷങ്ങളായി ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഐഡിയോളജികളുടെയും എല്ലാ ആശയങ്ങളുടെയും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം അതാണ്. സാൻലി ജോൺസൺ എന്ന് പറയുന്ന സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്, ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ഗാന്ധി. ഗാന്ധിയെ എങ്ങനെയാണ് ക്രിസ്തു സ്വാധീനിച്ചതെന്ന്. ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും സ്വാധീനിച്ച ഒരു തത്വസംഹിതയാണത്. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അന്ധകാരം മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നതിന്റെ. ആ ക്രൈസ്തവ ദർശനം നെഞ്ചിലേറ്റിയാണ് ഈ രൂപത 7 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചത്. ഞാൻ അതിന് ഈ ഒരിക്കൽ കൂടി ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സപ്തശതാബ്ദി ത്രിവത്സര പദ്ധതികളുടെ ഉദ്ഘാടനവും കൊല്ലം രൂപതയുടെ 700-ാം വാർഷികവും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.